ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ കുറേ നാളിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടാൻ പോകുന്നത്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ക്രിസ്മസ് ഷോപ്പിങ്ങിനാണ്. സോ ബാംഗ്ലൂരിലുള്ളവർക്കറിയാം എല്ലായിടത്തും ക്രിസ്മസ് വൈബാണ്. സോ ഞങ്ങൾക്കും കുറച്ച് ക്രിസ്മസ് ഐറ്റംസ് വാങ്ങിക്കണം. ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഓൾറെഡി ഉണ്ട്. സോ അത് ഡെക്കറേറ്റ് ചെയ്യാനും വീട് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. സോ നമ്മൾ പോയത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ്. ഞാൻ കുറച്ച് വീഡിയോസും റീൽസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ചധികം നല്ല ഷോപ്സ് ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് റോയ്സ് വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. സോ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒറ്റയടിക്ക് എന്തൊക്കെയോ കാണുമല്ലോ ക്രിസ്മസ് റിലേറ്റഡ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കണ്ണിൽ മറ്റേ ടോം ആൻഡ് ജെറിയിൽ വരുന്ന പോലെ ഇങ്ങനെ സ്റ്റാറൊക്കെ കത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വില കണ്ടപ്പോൾ പിന്നെ ബോധം കിട്ടുപോയി. കാരണം ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ അതൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അധിക സാധനവും കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് വീക്കും ക്രിസ്മസ് ആ ഒരു മന്തൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസൊക്കെ കൂടും, എക്സ്പെക്റ്റബിൾ ആണ്. പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് ഡോൾസ്, സ്റ്റഫ്സ് എല്ലാം കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഇവർക്ക് ഒരുപാട് ക്രിസ്മസ് ട്രീ കളക്ഷൻസ് ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. എല്ലാത്തിനും ഒരു 26,000, 24,000, 5,000 അങ്ങനെയൊക്കെയാണ് വില. ഇറ്റ്സ് ഓക്കെ, വാങ്ങിക്കുന്നവർ വാങ്ങിക്കിട്ടി. പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലും അവർക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, വൈറ്റ്, പിങ്ക് ഒക്കെ. എനിക്കതും ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് നേരെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട്. ഐ മീൻ നിങ്ങൾക്ക് മാപ്പ് ഇട്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ മാപ്പ് ഇട്ടിട്ടാണ് പോയത്. അവിടെ നേരെ കുശാൽ സ്റ്റോറിലേക്കാണ് വന്നത്. ഇവിടെയും കുറേ അധികം ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി ഇത്തിരി വില കുറവായിരുന്നു. ഈ ക്രിസ്മസ് റീത്തും ക്രിസ്മസ് ട്രീയും ഈ റെയിൻ ഡിയേഴ്സൊക്കെ അതൊക്കെ എക്സ്പെൻസീവാണ്. പിന്നെ ഈ ഒരു എന്താ അതിന് പറയാൻ നിൽക്കാറില്ല, ഒരു നെറ്റ് പോലത്തെ സാധനം നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വിഷ്ണുട്ടൻ എവിടുന്നോ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ഫുൾ കണ്ടത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് ട്രീസ് ആയിരുന്നു. ഇവിടെ അറൗണ്ട് ഒരു 150 rupees ഉണ്ട് ഈ ഒരു ട്രീസിനൊക്കെ, കുഞ്ഞു കുഞ്ഞു ട്രീസിനൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേന് നമുക്ക് വിശന്നു. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. സോ അവിടെ ഫുഡിനുള്ള ഷോപ്സൊക്കെ കുറവാണെന്നാണ് എനിക്ക് തോന്നാറ്. അധികം ഷോപ്പിംഗ് കൈൻഡ് ഓഫ് ഷോപ്സാണ് കൂടുതൽ. അങ്ങനെ KFC കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങി ഈ കുശാൽ സ്റ്റോറിന് തന്നെ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റയാൻ ക്രിസ്മസ് സ്റ്റോർ കാണാം. അത് കുറച്ച് മേലെയാണ്. സോ സ്റ്റെയർ കയറി പോകണം. അവിടെ പോയപ്പോൾ അധിക ഡെക്കറേഷൻ ഐറ്റംസിനും കുറച്ചും കൂടി വില കുറവായിട്ട് തോന്നി. പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി ഡിസ്കൗണ്ടൊക്കെ ചെയ്തു തരും. ഇവർക്ക് അത്രമാത്രം ക്രിസ്മസ് ട്രീ കളക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഉള്ള ട്രീസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറേ സാധനങ്ങൾ നമ്മൾ കണ്ട 2 ഷോപ്പിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്, വില കുറഞ്ഞ സാധനങ്ങളും ഉണ്ട്. സോ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ തന്നെ തപ്പിത്തെരഞ്ഞ് കണ്ടുപിടിക്കണം. അതിൽ കേടുവന്നതുണ്ടാവും, നല്ലതുണ്ടാവും. സോ നമ്മൾ കണ്ടുപിടിക്കുന്നതിലിരിക്കും അത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ നെക്സ്റ്റ് പോയത് സഫീന പാലസ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ്. ഇതും ഞാൻ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടാണ് ഇവിടേക്ക് പോയത്. സോ സഫീനയിൽ കയറുന്നതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഷോപ്പിൽ ആണ് ആദ്യം പോയത്. അവിടെ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കണ്ടതിൻ്റെയൊക്കെ ഡബിൾ പൈസയാണ്. പക്ഷെ ആ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു ആൻഡ് വെറൈറ്റി സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, തൂങ്ങിക്കളിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ, കറങ്ങുന്ന ഏഞ്ചൽസ്, ഡോണറ്റിൻ്റെ ഒക്കെ ഷേപ്പിലുള്ള ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ്, ഐസ്ക്രീം, എന്തൊക്കെയൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു.
സംഭവം വെറൈറ്റി ആയിരുന്നു. ഈ ഹെലികോപ്റ്ററിൻ്റെ റേറ്റ് എന്താ അറിയോ, ജസ്റ്റ് 12,400. അതേപോലെ തന്നെയാണ് ഈ കാണുന്ന എല്ലാ സംഭവത്തിനും നമ്മൾ വില കാണുമ്പോൾ ഞെട്ടിപ്പോവും. പക്ഷേ ഇതൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതൊക്കെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന്. എനിക്ക് പിന്നെ എന്ത് കണ്ടാലും ബിസിനസ് പ്ലാനാണ്. പിന്നെ ഈ സഫീന പാലസിൻ്റെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഷോപ്പുണ്ട്. ഞങ്ങൾ വിചാരിച്ചു കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും, മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ. പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. 50%, 40%, 25%, 20% ഒക്കെ ഓഫ് ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവർക്ക് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. സ്റ്റിക്കേഴ്സ്, പിന്നെ പെയിൻറ് ചെയ്യുന്ന സംഭവങ്ങൾ, DIY പ്രൊജക്റ്റ് ചെയ്യാൻ കുട്ടികളൊക്കെ എൻഗേജ് ചെയ്തെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. പസിൽസ്, കളറിങ് ബുക്സ്, കളറിങ് ക്യാൻവാസ്. പിന്നെ അങ്ങനെ എൻ്റെ വിഷ്ണുട്ടൻ എനിക്ക് വേണ്ടി ഒരു കളർ യുവർ ഓൺ ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോക്സ് വാങ്ങി തന്നു. സോ അതിലൊരു 10 കാർഡുണ്ട്. 10 കാർഡ് നമ്മൾ ക്രിസ്മസ് കാർഡുമാതിരി ഒരു സാധനമാണ്. നമ്മൾ കളർ ചെയ്യുന്നു ആൻഡ് ഉള്ളിൽ നമ്മൾ വിഷ് ചെയ്തിട്ട് ആൾക്കാർക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ മെല്ലെ നമ്മൾ അവിടുന്ന് ഇറങ്ങി.